ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫിറോസ് ഖാൻ, സജിന, അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റി ആയാലും പൂക്കുട്ടി ആയാലും എല്ലാം കണക്കിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വിഷയം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഫിറോസ് ഖാന്റെ വീഡിയോ ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ ആണ് ഇവരെ സംബന്ധിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവരെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഫിറോസ് ഖാന്റെ ഒരു പ്രസ്താവന എനിക്ക് ഇന്നും അന്നും എന്നും യോജിക്കാൻ പറ്റിയിട്ടില്ല. ഏതാണെന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കൊടുത്ത സ്വാതന്ത്ര്യമാണ് സജിന നിങ്ങൾ കണ്ടത് ബിഗ് ബോസിൽ, ഞാൻ അവൾക്ക് ഇങ്ങനെ ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒരു ഇന്റർവ്യൂവില്. എനിക്ക് തോന്നുന്നു ഇന്നലെ സജിനെ ഇന്റർവ്യൂ ചെയ്ത അതേ കുട്ടിയാണെന്ന് തോന്നുന്നു ഈ ഫിറോസ് ഖാനെയും ഇന്റർവ്യൂ ചെയ്തത് അന്ന് പറഞ്ഞൊരു കാര്യം. പക്ഷെ ഫിറോസ്ഖയ്ക്ക് തെറ്റി. നിങ്ങൾ കൊടുത്തതിനപ്പുറം സ്വാതന്ത്ര്യം അവരെ കയ്യിലുണ്ടെന്ന് അവർ തന്നെ തെളിയിച്ചു. അവരുടെ കയ്യിലുള്ള സ്വാതന്ത്ര്യം എങ്ങനെയൊക്കെയാണ് അവർ യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തന്നെ വന്നിരുന്ന് പറയേണ്ടി വന്നൊരവസ്ഥയാണ്. ഒന്ന് നിങ്ങൾ ആരായാലും മനസ്സിലാക്കുക, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരെയും കയ്യിലല്ല, അത് അവരവരുടെ കയ്യിലാണ്. നമുക്കുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ആരും അനുവദിക്കണ്ട. ആ സ്വാതന്ത്ര്യം നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇനി ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണില്ല, എന്തെങ്കിലും നിങ്ങൾ കാണുവാണെങ്കിൽ ഇത് ഉപദേശമായിട്ടൊന്നും കണക്കാക്കണ്ട, ഞാൻ പറയുന്നതായിട്ട് മാത്രം കണ്ടാൽ മതി. ഇനി ഒരു ഇന്റർവ്യൂവിലും പോയിരുന്നു ഞാൻ കൊടുത്ത സ്വാതന്ത്ര്യം ഒന്നും പറഞ്ഞ് പറയരുത്. നിങ്ങൾ കൊടുക്കുന്നതിനപ്പുറം സ്വാതന്ത്ര്യം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മറ്റേ ഇടിച്ചു കുത്തി പെയ്ത മഴ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഞെട്ടുകയും ഞാനും ഞെട്ടി. ചില ആൾക്കാർക്ക് ഇതൊന്നും ഞെട്ടലല്ല, ഇതൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഫിറോസ് ഖാൻ വന്നിരുന്നു 3 പാർട്ടായിട്ടാണ് ഒരു 2-2.5 മണിക്കൂർ ഒരു സിനിമ കാണും പോലെ തന്നെ കണ്ടിരുന്ന് കാണേണ്ട കാര്യങ്ങൾ പുറത്തുവിട്ടത്. ആരെക്കുറിച്ചും നമ്മുടെ സജിനെ കുറിച്ചും റസൂൽ പൂക്കുട്ടിയെക്കുറിച്ചും ഒക്കെ പുറത്തുവിട്ടത്. അത് കണ്ടപ്പോൾ ഞാൻ ഇതില് ഫിറോസിനെ ഗ്ലോറിഫൈ ചെയ്യില്ല, അവരെയും ചെയ്യില്ല, സജിനെയും ചെയ്യില്ല, റസൂൽ പൂക്കുട്ടിയും ചെയ്യില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഫിറോസ് ഖാന് ഈ തെളിവുകളൊക്കെ കിട്ടാൻ ഒരു സാധ്യതയില്ല. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ശത്രുവാണ് ഫിറോസ് ഖാൻ. രണ്ടുപേർക്കും ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർക്കൊരു സബ്ജക്റ്റേ അല്ല. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്രയും തെളിവുകൾ കിട്ടി. പോട്ടെ, ഇതിന് മുന്നേ ഉള്ള കുറെ കള്ളക്കാമുകന്മാരുടെ തെളിവുകൾ കയ്യിലിരുന്നോട്ടെ, ശരി. പക്ഷെ റസൂൽ പൂക്കുട്ടി നമ്മുടെ സജിനയും തമ്മിലുള്ള സംഭാഷണം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കർമ്മ തന്നെയാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ചില ആൾക്കാർ വിചാരിക്കും ഇന്ന ആളുടെ കയ്യിൽ കിട്ടില്ല, അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. നമ്മുടെ കയ്യിൽ ജെനുവിനായിട്ടൊരു കാര്യം ഉണ്ടെങ്കിൽ ദൈവം ആരെങ്കിലും രൂപത്തിൽ അല്ലെ ഏതെങ്കിലും രൂപത്തിൽ ദൈവം നമുക്ക് ആ തെളിവ് കൊണ്ട് തരും. അതിൻ്റെ ആ ദൈവത്തിന്റെ രൂപത്തിൽ വന്ന വ്യക്തിയാണ് ഇവർ പറയുന്ന അച്ചായൻ എന്ന് എനിക്ക് തോന്നുന്നത്. ആരാണെന്നൊന്നും എനിക്ക് അറിയില്ല ആ വ്യക്തി. കാര്യം റസൂൽ പൂക്കുറ്റി അയാളുടെ അടുത്ത് വളരെ വിശ്വസ്തയോടുകൂടി പറഞ്ഞ കാര്യമാണ് ഇത്. അതെങ്ങനെയാണ് ഫിറോസ് ഖാന്റെ അടുത്ത് എത്തിയത്? ഫിറോസ് ഖാന്റെ കൂട്ടാണെന്ന് അറിയാമായിരുന്നോ? ഒരിക്കലുമില്ല. അവിടെയാണ് ദൈവം കളിച്ച കളി. ഈ പെൺകുട്ടികളില്ലേ, ആണുങ്ങൾ പല പെണ്ണുങ്ങളടുത്ത് അവിഹിതമായിട്ട് പോകുമ്പോൾ പെണ്ണുങ്ങൾ പുറകെ പോയി ആണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്നിരുന്ന് കുറേ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും പറയും അവൾ അത്രയ്ക്ക് സഹിക്കും, കുട്ടികളുണ്ട്, 2ാമത്തെ കല്യാണമാണ്, സമൂഹം ചോദിക്കും, അവൾക്ക് ജീവിതം വേണം, അവന് തോന്നിവാസം പോലെ നടക്കാം, പക്ഷെ അവൾ കുട്ടികളെ കരുതി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വികാരഭരിതമായിട്ട് പറയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതുപോലെ തന്നെയാണ് ചില ആണുങ്ങളും, അവർക്കും അവസ്ഥയാണ്. ഇപ്പം ഈ ഫിറോസ് ഖാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പ്രാവശ്യം അവൾ പോയിട്ടും ഞാൻ അവളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെന്തൊരു പൊട്ടനാണ്, ഇവൻ എന്തൊരു കിഴങ്ങനാണ്, ഇവൻ എന്തൊരു മൊണ്ണയാണ് എന്നൊക്കെ ചിന്തിക്കുമെന്ന്. ചില ആൾക്കാർ ജീവിതത്തിൽ മൊണ്ണയായിട്ട് നിന്നാലേ ആ ഒരു ലൈഫ് ചിലപ്പം അവർക്ക് വേണമെങ്കിൽ ആ ലൈഫ് അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ചിലപ്പം അവർ മൊണ്ണയാവും. അത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും. ഇവിടെ അന്ന് സജിന വന്നിരുന്ന് അങ്ങ് മെഴുകിയ ഒരു വീഡിയോ ഉണ്ട്. ആദ്യത്തെ കല്യാണത്തിൽ ഒരു കുഞ്ഞ്, ഫിറോസുമായിട്ടൊരു കുഞ്ഞ്, ഇനി അടുത്ത ഒരു കാര്യത്തിൽ കുഞ്ഞുമാകുമ്പോൾ നാട്ടുകാരെന്ത് ചിന്തിക്കും? അന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ നാട്ടുകാരെന്ത് ചിന്തിക്കും എന്നതിനെക്കാട്ടി ഉപരി നിങ്ങളുടെ കുട്ടികൾ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കുക എന്ന്. ഇപ്പം അതൊക്കെ ശരിയായിട്ട് വരികയാണ്. ഇവരവിടെ ഇരുന്ന് അങ്ങ് മെഴുകിയ കാര്യങ്ങളൊക്കെ സത്യമാണ്. പിന്നെ ഒരു റൂമിൽ ഒരു ആണ് പെണ്ണിനെ കൊണ്ടുപോയി പീഡിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയും രണ്ടുപേരുടെ ഉത്തരവാദിത്തം. ചില സമയങ്ങളിൽ അവൾ കീഴ്പ്പെട്ടു പോകും, അവൾ അവനെ വഴങ്ങിക്കൊടുക്കേണ്ടി വരും എന്നുള്ളത്.
ഇവിടെ ആ റസൂൽ പൂക്കുറ്റി വഴങ്ങിക്കൊടുത്ത കാര്യങ്ങളാണ്. കാരണം ഇതിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ആ വോയിസ് കേട്ടു, അതുകൊണ്ടാണ് വോയിസിലുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ച് സംസാരിക്കുന്നത്. ഇതിൽ തന്നെ അവൾ പറയുന്ന ഒരു കാര്യമാണ്, ആദ്യത്തെ പ്രാവശ്യം ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ നിർബന്ധിച്ചിട്ടില്ല, പക്ഷെ ആദ്യത്തെ പ്രാവശ്യം അതില് ഫിറോസ് ഖാൻ തന്നെ പറയുന്നുണ്ട്, റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യ ഉള്ളപ്പോൾ ഞാൻ നിർബന്ധിച്ചു, ഇക്കെ വേണം ഇന്നത്തേക്ക് എനിക്കെന്ന്. അതൊരു തരം പീഡനമല്ലേ? സ്വന്തം ഭാര്യ ഉള്ളപ്പം എവള് പറയും, എവള് തീർച്ചയായിട്ടും പറയും, ഞാൻ ഇപ്പൊ ഭാര്യയുടെ മുമ്പിൽ വരും, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചെന്ന് പറയും, എൻ്റെ കയ്യിലുള്ള കുറച്ച് ചാറ്റുകൾ ഞാൻ എടുത്ത് കാണിക്കൂ എന്ന് പറയുമ്പോൾ അയാള് പോവും. ആ ഭാര്യ ഇതൊന്നും അറിയിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അയാള് പോയി പെടും. അത് തന്നെയാണ് അവിടെ, അതൊരു പീഡനമല്ലേ? എന്നിട്ട് സജിന പറയുന്നു, ഞാൻ നിങ്ങളെ പീഡിപ്പിക്കുകയോ അബ്യൂസോ ചെയ്യുന്നില്ല എന്ന്. ഒരാളെ നിർബന്ധിച്ച്, ഒരു പെണ്ണ് ആണിനെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ നിർബന്ധിച്ചാൽ അതും ഒരു അബ്യൂസ് ആണ്. സജിനയുടെ പേരിൽ കേസ് കൊടുക്കാം. കാരണം സജിനയാണ് പറയുന്നത്, ഞാൻ ആദ്യത്തെ പ്രാവശ്യം നിർബന്ധിച്ചു, പിന്നീട് ഞാൻ നിർബന്ധിച്ചില്ലെന്ന്. ഒരു പ്രാവശ്യം നിർബന്ധിച്ചാലും അര പ്രാവശ്യം നിർബന്ധിച്ചാലും അതൊരു അബ്യൂസ് തന്നെയാണ്. പിന്നെ എനിക്ക് ഈ ഫിറോസ് ഖാന്റെ വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ഇങ്ങനെ വളരെ ക്യൂരിയോസിറ്റിയോടെ കേട്ടിരുന്നു. അപ്പം ഞാൻ ഇവിടെ കിടന്ന് ചിരിച്ചൊരു കാര്യമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഫിറോസ് ഖാൻ തന്നെ പറയുന്നുണ്ട്, ആ കള്ളക്കളവന്റെ പ്രായം സജിനയുടെ ഉമ്മയുടെ പ്രായം ഉണ്ടെന്ന്. അതായത് റസൂൽ പൂക്കുട്ടിക്ക് സജിനയുടെ ഉമ്മയുടെ പ്രായം ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നല്ല ഏജ് ഡിഫറൻസ് ഉള്ള ഒരു വ്യക്തി, ഏകദേശം 58 60 വയസ്സുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു 58 വയസ്സോ എത്രയോ ആണ് റസൂൽ പൂക്കുട്ടിക്ക്. വലിയ മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ റസൂൽ പൂക്കുട്ടി ഇത്രയും പ്രായമുള്ള ഒരാളിന്റെ അടുത്ത് അവൾ ആരാധനയോടെ ആണോ ഇതിന് പോകുന്നത്? ഒരിക്കലുമല്ല. ഇനി ആരാധനയോട് പോയാൽ സാധാരണ പൊതുവായിട്ട് നമ്മൾ പറയും പോലെ എന്താണ്, ഒരു അവിഹിതത്തിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അവിഹിതത്തിൽ പോകുന്ന രണ്ടുപേരും ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? കുട്ടിയാവാതിരിക്കാനായിരിക്കും. കാരണം കുട്ടിയായാൽ തീർന്ന്. അതിപ്പം മിക്കവാറും ഭാര്യ ഒരു അവിഹിതം എന്ന് പറയുമ്പോൾ നാട്ടുകാരറിഞ്ഞ് കല്യാണം നടത്താത്ത കള്ളക്കല്യാണമാണല്ലോ അവിഹിതം എന്ന് പറയുന്നത്. നാട്ടുകാരറിയും, വീട്ടുകാരറിയും, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ് അറിയും, ആകെ കുളവും, പിന്നെ പോയെങ്കിൽ മരിച്ചാൽ മതി. ഇനി ആണുങ്ങളാണെങ്കിലും അവരുടെ കുടുംബം അറിയാതിരിക്കാൻ അവര് പ്രിക്കോഷൻസ് എടുക്കുന്നത് എന്തിനാണ്? കുടുംബം അറിയാതിരിക്കാൻ. എനിക്കിവിടെ വളരെ വ്യത്യസ്തമായി തോന്നിയത്, ഒരു അവിഹിതത്തിൽ എനിക്കൊരു കുഞ്ഞിനെ വേണമിക്ക, കുഞ്ഞിനെ തായിക്ക എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഒന്ന്, ബ്ലാക്ക് മെയിലിംഗ്. 2 എന്താണ്, സ്വത്ത്, ആ കുട്ടിയുടെ പേരിൽ കിട്ടുന്ന സ്വത്ത്. ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും അങ്ങ് കറ കളഞ്ഞ സ്നേഹമായിട്ടൊന്നും ഞാനിവിടെ കാണുന്നില്ല. ഒന്ന്, ആ ഭാര്യ ഉള്ളിടത്തോളം കാലം എന്തായാലും ആ റസൂൽ പൂക്കുറ്റി അയാളെ ഭാര്യയെ ഇത് അറിയിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ ഇപ്പം അറിയിക്കും, ഞാൻ ഇപ്പം ഉടയ്ക്കും, ഞാൻ ഇപ്പം പൊട്ടിക്കും എന്നും പറഞ്ഞ് എനിക്ക് ഇത്ര രൂപ തരൂ, എനിക്ക് ഇത്ര രൂപ, അത് അവള് വില പേശുന്ന വീഡിയോയും ഇതിലുണ്ടല്ലോ, തരുമെന്നും പറഞ്ഞ് പൈസ ആവുന്നിടത്തോളം വാങ്ങിക്കാം. 2, അതാണ് ബ്ലാക്ക് മെയിലിംഗ്. 2, സ്വത്ത്. റസൂൽ പൂക്കുട്ടിയുടെ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് കിട്ടുമല്ലോ. അന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് പറയും, ഇത് റസൂൽ പൂക്കുട്ടിയുടെ ചോരയാണ്, ഞങ്ങൾക്കും വേണ്ടേ, അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെ ഞാൻ മാനിച്ചിട്ടാണ് പുറത്തു പറയാത്തതെന്നും പറഞ്ഞ് അങ്ങ് നല്ല മാലാഖയായിട്ട് അവൾ അങ്ങ് നിൽക്കും. പക്ഷെ അവള് ഭയങ്കര ടോക്സിക്കുമാണ്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ആണുങ്ങളിൽ മാത്രമല്ല നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പെൺകുട്ടികളിലും ഉണ്ട്. അവൾക്ക് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ. അതുകൊണ്ടാണ് റസൂലിക്ക എന്ന് വിളിക്കും, കുറച്ച് കഴിയുമ്പം എടാ റസൂൽ പൂക്കുട്ടി എന്ന് വിളിക്കും. പിന്നെ ഞാൻ ഇപ്പൊ ഭാര്യ അറിയിക്കും, എനിക്കിനി അത് ഭാര്യ അറിയിച്ചേ പറ്റും. ഭാര്യ വലിയ ഒരു രോഗത്തിലാണ് അവര്, എനിക്ക് തോന്നുന്നു അവർ ഹോസ്പിറ്റലൈസ്ഡും ആയിരുന്നു. കഴിഞ്ഞ മാസമൊക്കെ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പൊ ഈ ഒരു വിഷയം, ഇത്രയും രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഭാര്യ അറിയുമ്പോൾ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇവളാണെങ്കിൽ അത് സഹിക്കൂ? ഇവള് 18 വയസ്സിന് താഴെയുള്ള ഒരു കൊച്ചിനെ വച്ച് ഫിറോസ് ഖാൻ മറ്റേ പോക്സോ കേസിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അത്രയും എന്തുമാത്രം ഇവള് വിഷമിച്ച് കരഞ്ഞു ആ ഒരു കാര്യത്തിൽ. അപ്പൊ ആ ഭാര്യയ്ക്ക് വിഷമം വരത്തില്ലേ?
അപ്പൊ ആ ഭാര്യ ഇത് കേട്ടിട്ട് ഒന്നും പറ്റത്തില്ലേ? അപ്പൊ ഇവളും നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു പെൺകുട്ടിയാണ്. അവക്ക് അവളോടെ ഉള്ളൂ. അവക്കറിയാം അവളെ വിട്ട് ഫിറോസ് ഖാൻ പോവില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഒളിച്ചോടിയപ്പം ഇവളെ കൊണ്ടുവന്ന് വീട്ടിലാക്കും. അപ്പൊ അയാളുടെ വീക്ക്നെസ് ഇവക്ക് അറിയായിരിക്കും, എന്തിനാണ് അയാൾ വീഴുന്നത്. ചില ആൾക്കാർ ഭയങ്കര ഞാൻ കലിപ്പനാണ്, ഞാൻ ഇപ്പൊ പൊട്ടും, എന്നെ തൊട്ടാ ഞാൻ ഇപ്പൊ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇടും. സോറി. ഉള്ളു ഭയങ്കര പാവമായിരിക്കും, ഭയങ്കര പേടിയായിരിക്കും. അതാണ് ഇവിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതും മറ്റേ കയ്യിലെ വെയിൻ കട്ട് ചെയ്തതും ഒക്കെ. സോറി. അപ്പൊ അയാള് ഭയങ്കരമായിട്ട് പേടിക്കും. അപ്പൊ ഇവക്ക് അയാളുടെ വീക്ക്നെസ് അറിയാം. ആ വീക്ക്നെസ് വെച്ചിട്ട് ഇയാളെ എന്ത് ചെയ്യും? ബ്ലാക്ക്മെയിലിംഗ് ചെയ്യും, ലൈഫ് ബ്ലാക്ക്മെയിൽ ചെയ്യും. അല്ലാതെ പൈസയൊന്നും ആയിരിക്കില്ല. അപ്പൊ ഇയാൾക്ക് വിട്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇവള് പറയുന്നത് പോലെ ഞാൻ എൻ്റെ കുട്ടിയെ വെച്ചിട്ട് ഞാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ നിങ്ങളുടെ പെൺകുട്ടിയെ വെച്ചിട്ട് പറയും, അങ്ങനെയൊക്കെ ഇവള് പറയാം. അപ്പൊ അതിലൊക്കെ അയാൾ എന്ത് ചെയ്യും? അടങ്ങി നിൽക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ നമ്മളെ വിട്ടു പോകില്ല എന്ന് ഉറപ്പുള്ളവരടുത്ത് അവർ ഭയങ്കര ഡൊമിനേഷനും ഭയങ്കര ടോക്സിക്കും ആവും. എന്നാൽ ഇവരെ വിട്ടുപോകും എന്നുള്ള ഒരു സ്ഥലത്ത് ഇവർ കുറച്ച് ഇവരുടെ ആധിപത്യം കുറയ്ക്കും. പോയിട്ടും ഈ ലൈഫിൽ നിന്ന് അയാൾ പോയിട്ടും അയാളെയും കൂടെ ഇതിലിട്ട് കുരുക്കുന്നത് കൊണ്ടും ഇവൾ അങ്ങനെയാണ്. പിന്നെ എനിക്കിതിൽ വളരെ അടിപൊളി ക്യാരക്ടറായിട്ട് തോന്നിയത് അവളുടെ ഉമ്മയാണ്. അവളുടെ ഉമ്മയുടെ ഫ്രണ്ടിൽ വെച്ച് ആ പെണ്ണുംപിള്ള വിളിച്ച് പറയുന്ന കാര്യം, അതായത് സജിന എന്ന് പറയുന്ന പെണ്ണുംപിള്ളയാണേ, പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു അമ്മേരെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ തോന്നുന്നത്. എന്നിട്ട് അമ്മ സംസാരിക്കുന്നു പോരാഞ്ഞിട്ട്. അതിൽ ഫിറോസ് ഖാന് പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ അമ്മ മോനെ അതൊക്കെ നീ കൊടുത്തു, അതൊക്കെ പിന്നെ സിമ്പിൾ അല്ലേ, എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഇനിയുള്ള കാര്യം എന്താണ്? അമ്മയ്ക്കും പണം തന്നെയാണ് മുഖ്യം. അമ്മയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അമ്മയും പറയുന്നുണ്ട് എന്താണ്, നീ ഇത് മുമ്പോട്ടുള്ള കാര്യം എങ്ങനെയാണ് സജിന തറയെ നിൽക്കുമെന്ന് ചിന്തിക്കണ്ട. അതൊരു ഭീഷണിയല്ലേ അയാളെ വെച്ച് പറയുന്നത്. ഞാൻ നിങ്ങളെ ലാഗടിപ്പിച്ചതോ ബോറടിപ്പിച്ചതോ അല്ല കേട്ടാ. കാരണം ഈ വിഷയങ്ങളാണ് ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ പണം, എങ്ങനെ പണം കിട്ടിയാൽ മതി. പിന്നെ ആ ഉമ്മ വിചാരിക്കും, ഇപ്പം സജിനയുടെ ഉമ്മ വിചാരിക്കും റസൂൽ പൂക്കുട്ടിയെ പോലെ ഇത്രയും ഓസ്കാർ ലെവലിലൊക്കെ ഉള്ള ഒരു വ്യക്തിയെ കിട്ടുമ്പോൾ അയാളിലെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കട്ടെ എന്ന് ആ ഉമ്മ എവിടെയെങ്കിലുമൊക്കെ ചിന്തിക്കും. അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും അല്ല. ചിലപ്പം അവരുടെ മനസ്സിലും തോന്നും ഇയാളിലെങ്കിലും ഒന്നങ്ങ് അടങ്ങി നിൽക്കട്ടെ എന്ന് തോന്നുമായിരിക്കും. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. എന്തായാലും എല്ലാണോ കണക്ക് തന്നെ. ഇനി ഫിറോസ് ഖാനെതിരെയുള്ള കുറെ തെളിവുകളായിട്ട് വന്നാലും ഇതിൽ റസൂൽ പൂക്കുട്ടി പറയുന്നുണ്ട്, റസൂൽ പൂക്കുട്ടിയുള്ള വിഷയം ഒന്ന് നിർത്തി വെക്കാൻ ഫിറോസ് ഖാന് പണി കൊടുക്കണം, ഫിറോസ് ഖാൻ ഡിവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടണമെന്ന്. എന്ത് വൃത്തികെട്ട ചെറ്റത്തരമുള്ളൊരു മനസ്സാണ് നിങ്ങൾക്ക്. ഓസ്കാർ ലെവലിൽ കിട്ടേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കാണ്. മറ്റേ സജിനയുടെ അഭിനയത്തിന് ഓസ്കാർ കിട്ടണം, ഇയാളെ ഈ തൊട്ടി ചിന്തകൾക്കും ഓസ്കാർ കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും പറയോ ഇങ്ങനെ അവനെ വെച്ചിട്ട് കുറച്ച് ദിവസം പിടിച്ചു നിൽക്ക്, അവന് ഇട്ട് കൊടുക്കാൻ പറയുമ്പോൾ ഉമ്മ പറയണം അതൊക്കെ ചെയ്യാൻ, അയാൾ ഇട്ട് കൊടുക്കുവാണ് നാട്ടുകാരെടുത്തിട്ട് ഇത് അറിഞ്ചാൻ പൊറിഞ്ചാൻ റിയാക്ട് ചെയ്യാനായിട്ട്. അപ്പോഴീ പ്രശ്നമൊന്നും ഞാൻ ഒതുക്കാം, പിന്നെ വരുന്നത് നോക്കാന്ന്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 വള്ളത്തിൽ കാല് ചവിട്ടുന്ന ഫ്രണ്ട്സാണ് ഇവരെ കൂടെ ഉള്ളത്. നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ എന്തൊരു ചെറ്റത്തരം ഫ്രണ്ട്സ് ആണെന്ന്. പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സാണ്, നമ്മൾ പറയില്ലേ എറിഞ്ഞു കളയുന്ന കല്ലാണ് മൂലക്കല്ലാകുന്നതെന്ന്, അങ്ങനെയുള്ള ഫ്രണ്ട്സാണ് നമ്മുടെ ഫിറോസ് ഖാന്റെ സത്യസന്ധത തെളിയിക്കാൻ ഒരു കാരണമായത്. അവര് കൊണ്ടുവന്ന് ഫിറോസ് ഖാന് കൊടുത്തു. അവരുടെ മുമ്പിലും നാണം കെടാതിരിക്കാൻ ഇവരൊക്കെ പറഞ്ഞ കഥകളെല്ലാം കൂടെ പൊട്ടി പാളീസായി പോയി. അതാണ് രത്ന ചുരുക്കം. നിങ്ങൾ ബോറടിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. പക്ഷെ എനിക്ക് കുറച്ച് തിരക്കുകൾ കാരണം ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യുന്ന വ്യക്തി ഞാനായിരിക്കും. സോ എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ തുടർന്നും കാണണം. അപ്പം നമുക്കിനി വോയിസുകൾ കേൾക്കാം. ഓഫീസിൽ വന്നിട്ട് പരാതി കൊടുത്തു. എനിക്കറിയാം എനിക്കെതിരെ ഉള്ളവരൊക്കെ ഇതിലും വലിയ കൈകളിലേക്ക് എത്തും, അവരിതിലും വലിയ കളികളൊക്കെ കളിക്കുമെന്നറിയാം. പക്ഷേ സത്യം വിജയിക്കണമല്ലോ. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കുടുക്കിയേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ
ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് കേട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്തൊരു ഇതാണ്. അയാളെ സമൂഹത്തിലേക്ക് അങ്ങ് എറിഞ്ഞിട്ട് കൊടുക്കുവാണ്. ഒന്നാമത് ഫിറോസിലേക്ക് അധികം സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഫിറോസ് എന്ന് പറയുന്ന ഫിറോസ് ഖാനെ എടുത്തിട്ട് ട്രോളുമെന്നറിയാം. അതും ഇവർ പറയുന്നുണ്ട് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത് അവന് ആയുധമാണ് എന്നുള്ളത്. അത് ഒരുപക്ഷെ അവൾ അബോർട്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ അതിൽ പേടിച്ച് അബോർട്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഇത് സത്യമായിരിക്കാം. എന്തായാലും ഇതിപ്പം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇത് ഓസ്കാർ ലെവലിൽ വരെ ഇത് അറിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ കാര്യങ്ങളാണ്. അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണോ ഉള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് ഇക്കാനൊക്കെ എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ. അപ്പോൾ ഇതില് മറ്റേ ഇവളുടെ ഉമ്മയാണ് പറയുന്നത്, അതൊക്കെ എന്ത് വേണോ ചെയ്തോ മോനെ, അതൊക്കെ എന്ത് വേണോ ചെയ്തോ, നിന്റെ മുന്നിലുള്ള കാര്യം എന്താണ് ആ ഫിറോസ് ഖാനെ കൊടുക്കാനുള്ളത്. 2 പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ്, അതായത് റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ ഉള്ളപ്പോഴാണ് പറയുന്നത്. അതും ഒരുതരം പീഡനമാണ്, അതും ഒരുതരം അബ്യൂസാണ്. ഇനി നമുക്ക് 3ാമത്തെ വീഡിയോ, ഞാൻ എല്ലാ വീഡിയോയും കൂടി വയ്ക്കുന്നില്ല, ഇതും കൂടി കേൾക്കാം. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ. ബൈബിൾ പ്രകാരം അത് ദൈവമാണ്, അത് ദൈവം ചെയ്തോളൂ, ഞാൻ ഇനി ഒന്നും ചെയ്തെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ ഞാൻ പറഞ്ഞു നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാകും. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അത് ഞാൻ പറഞ്ഞു, ഈ 2ാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് സത്യമല്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഇവരും താന്ന്, കാരണം ഇവരുടെ ആയുധം അതായിരുന്നല്ലോ മെയിൻ ആയുധം. ഈ കാര്യം ഞാൻ സംസാരം മതി എന്റെ അബദ്ധത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോയി, എനിക്കത് ചൂടാകുന്നു. അവളോട് പറയാം ചൂടാകാതെ ഒന്ന് ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. അല്ല, ഞാൻ ഒരു കാര്യം ആവശ്യമില്ല. എന്തിനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ മീഡിയയിലൊന്നും പറയല്ലോ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സത്യം നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ എനിക്ക് നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാനും എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇവള് പറഞ്ഞാൽ ഒന്ന് തണുത്ത് വരുമ്പം റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു
അന്നമ്മയെ വിളിച്ചത് പറഞ്ഞ് ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ സജിന താഴെ നിൽക്കുന്നോന്നോ വിചാരിക്കുന്നത്? ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതൽ ആ സംഭവം നിർത്തി. ഓക്കെ, അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ്. ശരി, എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗലി ഫിറോസിനെതിരെ കേസ് ഫയൽ ചെയ്യാമെന്ന് സജിനയുടെ ഉമ്മയോട് റസൂൽ പൂക്കുട്ടി പറയുന്നതാണ്. കേട്ടല്ലേ? ഈ വീഡിയോകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവരുടെ അഭിമാനം നശിപ്പിക്കാതെ അതിലേത് നിർത്തുക. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. അതെല്ലാം ഞാൻ വലിയ പൈസ ഭയങ്കര പൈസ ചിലവുള്ള കാര്യമാണ്. അതായത് ഇയാൾ ആ പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാന്നുള്ളതാണ് പറയുന്നത്, എന്നെ പൂട്ടാൻ വേണ്ടി. അറിയാം, അതൊക്കെ മനസ്സിലായി, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വീണ്ടും ആയി എന്നുള്ള തെളിവ് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ വഴക്കം പറഞ്ഞു, ഒന്ന് പോയി കഴിഞ്ഞ് സജിന നീ ഇതുണ്ടോയെന്ന് ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ഇപ്പം നീ ഇത് തെളിവ് എന്നെ കാണിച്ചപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ ഇതില്ലാതായി, ഇപ്പം വീണ്ടും പോയി നിങ്ങൾ ഒന്നായോ? നിങ്ങൾ ഒറ്റയ്ക്കാണോ സംസാരിക്കുന്നത്? ഉമ്മി സജിനയുടെ ഉമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഈ കള്ളക്കളവനും. ആണാണ് പറ. ഞാൻ ചിരിച്ചു പോയത്. സജിനയുടെ ഉമ്മയുടെ സെയിം പ്രായമാണ് കള്ളക്കളവനും. ആ ഉമ്മ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടോ നിങ്ങള്. സജിന താഴെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പൊ അവിടെ റസൂൽ പൂക്കുട്ടി എന്ത് ചെയ്യും? പേടിക്കും. അതുപോലെ തന്നെ ഫിറോസ് ഖാൻ എന്ത് വേണോ ചെയ്യാം, അവനെ ഞാൻ ഒതുക്കാം, അവനെ ഞാൻ പൂട്ടാം, അവനെ ഞാൻ നീ എന്ത് വേണോ അവനെതിരെ ചെയ്തോ. ഇനിയുള്ള മുമ്പോട്ട് എന്താണ് അവര് ചിന്തിക്കണ്ടേ? ഈ ഒരു വ്യക്തി ഇവൾ ഇത്രയും പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് വന്ന് വീണ്ടും 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 ഭാര്യ എന്നുള്ള നിലയിൽ അയാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മയ്ക്ക് അത് പറയാൻ കൊള്ളാമോ? നിങ്ങളുടെ മകള് ഇത്രത്തോളം നാട്ടുകാരുടെ മുമ്പിൽ ഇന്നലത്തെ ദിവസം വരെ ഒരു നല്ലതായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ കൊടുത്ത ഔദാര്യമാണ്. എന്നിട്ടും ഈ ഉമ്മ പറയാണ് അതൊക്കെ ചെയ്തോളാം. കാരണം അവളും ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ പറയുമ്പോൾ ഉമ്മയെ മാറ്റി നിർത്തിയിട്ട് എവള് പറയുന്നുണ്ട്, ഉമ്മ കുടുംബക്കാരെ എന്തോ അറിയിക്കണ്ട എന്ന് പറയുന്ന, കുടുംബക്കാരെ വലിച്ചിടണ്ട എന്ന് എന്തോ പറയുമ്പോൾ എവളത് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാണോ കണക്ക് തന്നെ. ശരിക്കും പറഞ്ഞ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരണം എന്നാണ് പറയുന്നത്. എത്ര വലിയ പ്രശസ്തനായാലും ചെറ്റത്തരം കാണിച്ച് അത് ചെറ്റത്തരം തന്നെയാണ്. അയാൾക്ക് വേറെ നിയമവും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടലോടെയാണ്. ഇനി എന്തായാലും ഈ വിഷയം തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇനിയിപ്പോൾ സജിന എന്തെങ്കിലും തെളിവുമായിട്ട് വരുമായിരിക്കും, അതും നമുക്കെടുത്ത് റിയാക്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു കള്ളക്കാമുകന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് പോയി ഒരു പ്രൊഡ്യൂസർ, ആ പ്രൊഡ്യൂസറിന്റെ സ്ഥലം കല്ലറ പാകിസ്ഥാൻ മുക്കാണെന്ന് പറഞ്ഞില്ലേ മലപ്പുറത്ത്, അത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത സ്ഥലമാണ് കേട്ടോ. ഞാൻ അറിഞ്ഞതേ ഇല്ല ഇവളുടെ കള്ളക്കാമുകൻ അവിടെയാണെന്ന്. എൻ്റെ സ്ഥലം കല്ലറയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു സ്ഥലമാണ്, ഒരു കൊച്ചു ഗ്രാമമാണ് ഈ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്നത്. ഇനി എനിക്കറിയാവുന്നുള്ള ആരെങ്കിലും ബ്രദറോ ആരെങ്കിലും ആയിരിക്കും. എന്തായാലും കൊള്ളാം. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണണം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വിഷയം തന്നെ ഇനിയും ചെയ്യാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇനി പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.